എന്തോ കേസിന് അതുകൊണ്ട് പറഞ്ഞു ഇത് കണ്ണുവിട്ട ആളുകൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള അച്ഛന്മാരും ഞങ്ങളെ ഏർപ്പാടാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് കൊണ്ടുവന്നത്. ഞങ്ങൾ മാന്യമായിട്ട് നമ്മളകത്ത് ആൾ കണ്ണുവിട്ട ആളുടെ ജോഷിപ്പ് രൂപ എന്ന് പറയുന്ന ആളുടെ അടുത്ത് കൊടുക്കാം എന്ന് സാറിൻ്റെ അടുത്ത് പറഞ്ഞാണ്. അപ്പോൾ സാറോട് പോയി ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നെ പറഞ്ഞത് ഇവിടെ ഗേറ്റിന് മുമ്പിൽ ഇട്ടിട്ട് പോയിക്കോളാന്നല്ലേ പറഞ്ഞത്. എന്താണെന്ന് വെച്ച് ചെയ്തോളാനാണ് പറഞ്ഞത്. അല്ല ഗേറ്റിന് മുമ്പിൽ ഇട്ടിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളവിടെ വെച്ചത്. വളരെ മാന്യമായിട്ട് ഞങ്ങൾ സമാധാനമായിട്ട് വെച്ചിട്ട് പോകാൻ വേണ്ടി മാത്രം വന്നവരാണ്. അവർ മാറ്റിക്കോളൂ. അത് ഇനിയിപ്പോ അവരെടുത്ത് വയ്ക്കാം. വണ്ടി ബ്ലോക്കായല്ലോ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അച്ഛന്മാർ ഇത് ചുമതലപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ വന്നത്. അതായത് ഇവിടെ നിന്ന് കൊടുത്തു വിട്ടിരുന്ന ഡയറികൾ അത് ഇവിടെ തന്നെ കൊടുത്തു വിട്ടുകൊണ്ട് തിരിച്ച് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞാണ് ഞങ്ങളെ ഉത്തരവാദിത്തപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഞങ്ങളിന്ന് ഈ ഡയറികൾ അച്ഛന്മാർ തന്നത്. എല്ലാം കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തുവിട്ട ആളുകൾക്ക് തന്നെ അത് കൊടുക്കാനായിട്ട് വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ഗേറ്റിൻ്റെ അവിടെ ഞങ്ങളുടെ അകത്തേക്ക് കയറ്റി വിട്ടില്ല. അകത്തേക്ക് വിളിച്ച് ചോദിക്കലും പിടിക്കലൊക്കെ ആയി. പിന്നെ പോലീസുകാർ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത് കാര്യം ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഡയറികൾ തന്നുവിട്ട ആളുകൾക്ക് തന്നെ തിരിച്ച് കൊടുക്കാൻ അച്ഛന്മാരെ ഏൽപ്പിച്ചതിൻ്റെ പ്രമാണത്തിൽ ഞങ്ങൾ വന്നു. അത് ഗേറ്റ് തുറന്നു തന്നാൽ ഞങ്ങൾ ആരാണോ ആ കൊടുത്തു വിട്ടത് അവരുടെ മുറിയിൽ ഇത് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞു. പോലീസുകാർ അത് അവിടെ പോയി അന്വേഷിച്ചു. ആരുമായിട്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ പുറത്തുവിട്ട ആളുകളായിട്ടായിരിക്കും. അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു അത് നിങ്ങളവിടെ വെച്ചിട്ട് പോയിക്കോ, ഗേറ്റിന് മുമ്പിൽ വെച്ചിട്ട് പോയിക്കോ എന്ന് പറഞ്ഞ കാര്യം പോലീസുകാരും നമ്മുടെ അടുത്ത് പറഞ്ഞു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ അത് ഗേറ്റിൻ്റെ മുമ്പിൽ അകത്ത് നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഗേറ്റിന് മുമ്പിൽ തന്നെ വെച്ച് പുറത്ത് വിട്ടവർക്ക് തന്നെ അത് കൊടുത്ത് ഞങ്ങൾ തിരിച്ച് പോകുന്നു. വളരെ സമാധാനപരമായിട്ട് വന്ന് പോലീസിൻ്റെ നിർദ്ദേശം അനുസരിച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ രൂപതയുടെ അച്ഛന്മാർക്ക് ഈ ഗേറ്റിനകത്ത് കയറാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. വളരെ സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടും അതായത് ഈ രൂപതയുടെ അച്ഛന്മാർ വളരെ സ്വാതന്ത്ര്യത്തോടും സന്തോഷത്തോടും കൂടെ ആരുടെയും അനുവാദമില്ലാതെ ഈ അരമനയിൽ വരികയും പോവുകയൊക്കെ ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഒരാവശ്യത്തിന് പോലും വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ സംശയിക്കുകയും കയറ്റിവിടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഞങ്ങളുടെ ഈ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് ബോസ്കോ പിതാവിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇവിടെയുള്ള വൈദികർക്ക് സ്വാതന്ത്ര്യത്തോടെ ഈ അരമനയിൽ വരാനുള്ള അവസരം സൃഷ്ടിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങളിത് ഇവിടെ ഇടണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചതല്ല. ഞങ്ങളെ ഇതകത്ത് കൊണ്ടുപോയി ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുറികളിൽ ഏൽപ്പിക്കാൻ മറ്റാരും അറിയാതെ ചെയ്യണമെന്ന് വിചാരിക്കാനാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അകത്ത് കേട്ടില്ല, നിങ്ങളെ പുറത്ത് തന്നെ ഇട്ടിച്ച് പോയിക്കൊള്ളുക എന്നൊരു മറുപടിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അപ്പോൾ അതുകൊണ്ട് വൈദികർക്ക് ഈ അരമനയിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും പരസ്യവും ശക്തവുമായ തെളിവാണ് ഞങ്ങൾ ഈ ഡയറികളെ ഈ വാതിക്കൽ ഉപേക്ഷിച്ചിട്ട് പോയേണ്ടി വന്നിരിക്കുന്നത്.